സിനിമ അദ്ദേഹം എടുക്കുന്ന സിനിമ അദ്ദേഹം എന്താ ആൾക്ക് തന്നെ ആളെ ഒരു ഹൈലൈറ്റ് ആള് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ എനിക്കൊരു ഹൈലൈറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറഞ്ഞു നടക്കാറില്ല. പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. അപ്പം അതേപോലെ തന്നെ ഒരു വ്യക്തിയാണ് പുള്ളിക്ക് പുള്ളിയുടെ വിശ്വാസമുണ്ട്. അത് വെച്ച് പുള്ളി ഓരോ മൂവി എടുക്കുന്നു, വിജയിക്കാറുണ്ടല്ലോ. അതുകൊണ്ടല്ല ഞങ്ങളെ പോലുള്ള പാവങ്ങളെയൊക്കെ വിളിച്ച് ഇതുപോലെ നല്ലൊരു വേഷമൊക്കെ തന്നു പുള്ളി. അത് ചാരിറ്റിയാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷെ പടങ്ങള് ശരിക്കുള്ള നിലവാരത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു പടത്തിൽ പോയിട്ട് നായികയാവുമ്പോ എന്തെങ്കിലും ആശങ്കയൊക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ഞാൻ ആശങ്ക വെച്ചിരുന്നെങ്കിൽ എനിക്ക് അഭിനയിക്കായിരുന്നാ പോരെ. അത് എന്താ പറയാ, സാർ എന്ന വ്യക്തിയാണ് നമ്മൾ നോക്കേണ്ടത്. സാറ് അഭിനയം ഇപ്പൊ എന്താ പറയാ, എല്ലാവരും ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആവണല്ലേ, എല്ലാവരും ഇപ്പം നമ്മുടെ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയിലായിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ഞാനൊക്കെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ നോക്കി എനിക്ക് നല്ലൊരു നായിക പ്രാധാന്യമുള്ളൊരു വേഷം, നല്ലൊരു സ്റ്റോറി, എനിക്കത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അപ്പം ആളെങ്ങനെയാണെന്നുള്ളത് അത് ആളുടെ സ്വന്തം ഒരു ആളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, എനിക്ക് ചെയ്യാൻ തോന്നി ഞാൻ ചെയ്തു. മറ്റുള്ള പടങ്ങളിലൊക്കെ തല കാണിച്ചിട്ടുണ്ടല്ലോ അത്യാവശ്യം. അപ്പൊ ഈ സന്തോഷിന്റെ സെറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് മനസ്സിലായത് സന്തോഷാണല്ലോ എല്ലാത്തിലും ഓൾ ഇൻ ഓൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ പ്രൊഡക്ഷൻ നടക്കുന്നത്? എങ്ങനെയാണ് പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സിനിമയെ പോലെയല്ല ഇത്. സാറ് നമുക്ക് എന്താ പറയാ, ആദ്യത്തെ ഞങ്ങൾ ഷൂട്ടിന് പോയപ്പോൾ ഞങ്ങൾക്ക് റൂമൊക്കെ എടുത്ത് തന്നു സാറ്. രണ്ടാമത് സാറ് പറഞ്ഞ് ബഡ്ജറ്റ് കുറവ് ഉള്ള സിനിമ, അതായത് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നിട്ടുണ്ട്, എങ്കിൽ പോലും നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഭയങ്കര അകലെയാണ്. അപ്പൊ അതുകൊണ്ട് പോക്ക് വരവ് ഭയങ്കര പാടാണ്. സാർ പറഞ്ഞ് സാറിന്റെ വീട്ടിലാണ് നമുക്ക് നിൽക്കേണ്ട നിമിഷം, വീട്ടിലേക്ക് പോരുന്നു പറഞ്ഞ് സാറിന്റെ ഒരു വീട്, 2 വീട് അപ്പുറത്തായിട്ട് 2 വീടുണ്ട്, വലിയൊരു വീടുണ്ട്, ചെറിയൊരു വീടുണ്ട്. നമ്മൾ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ അവിടെ ഷൂട്ടിന് നിന്നു. പിന്നെ സെറ്റിൽ എന്നൊക്കെ വെച്ചാൽ എല്ലാം സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ എനിക്കിപ്പോൾ ഏതൊരു സൗകര്യമായിട്ടും അല്ലെങ്കിൽ ഏതൊരു ഇതുമായിട്ടും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവിടെ ചെന്ന് എനിക്ക് സൗകര്യമില്ല, എനിക്ക് അത് വേണം, എനിക്ക് AC റൂം വേണം, നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യും നമ്മളത്. അപ്പൊ എനിക്ക് മനസ്സിലായി സാറ് ഇതുപോലെ കിടന്ന് കഷ്ടപ്പാട് പെടുന്നുണ്ട്, ഓടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ സ്ക്രിപ്റ്റ് എടുത്ത ആളെ എഴുതാണ്, അടുത്ത സീൻ തരാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നിന്നും ഒരു ഒരു എന്താ പറയാ, പറയാൻ പറ്റത്തില്ല, അതുപോലെ ഒരു വ്യത്യസ്തത നമ്മൾ അവിടെ കണ്ടു. അത്രയ്ക്ക് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് ചെറിയ ചെലവിൽ എടുക്കുന്ന സിനിമകളൊക്കെ സക്സസ് ആവുന്നതോ, ഇല്ലെങ്കിൽ ആ റവന്യൂ മതിയായിരിക്കാം അത് എടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നിമിഷം ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ പള്ളിയോടത്തിന്റെ ഷൂട്ട് വിവാദമാകുമ്പോഴാണ്. അത് അങ്ങനെ ഒരു വിവാദമാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്തത്, നിമിഷം ചെയ്തു, ആ സമയത്ത് അത് വിവാദമായി പോയി. ഞാൻ നിരപരാധിയാണ്. അപ്പൊ അത് നമുക്കറിയില്ലായിരുന്നു വള്ളമാണ് അങ്ങനെ പള്ളിയോടം എന്ന് പറയുന്ന വള്ളമാണ്. ഞാനൊക്കെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം, അവിടെയാണ് ജനിച്ചത് പറഞ്ഞതൊക്കെ. അവിടെയൊക്കെ വെള്ളം കാണണമെങ്കിൽ കുറെ കിലോമീറ്റർ നമ്മൾ നടന്നൊക്കെ പോയിട്ടാണ് വെള്ളം, ഈ കുഴൽക്കിണറൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ നമ്മൾ ഈ വള്ളംകളിയെ പറ്റി